ശ്രീധരൻ ഈ ജിതിനോട് ബന്ധുവായ ജിതിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികളെ ഒന്നും ആവശ്യം അവിടെ വേണ്ടി വരുന്നില്ല. അവിടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തക്ക വഴി അവിടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് റോഡ് ക്ലിയർ ചെയ്യുന്നതിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കൂടുതൽ ഉപകരണങ്ങളൊന്നും അവിടേക്ക് എത്തിച്ചിട്ടില്ല എന്നാണ് ജിതിൻ പറയുന്നത്. മോത്തി, അതിനു മുമ്പ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നാവികസേനയുടെ ഒരു 8-അംഗ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധരാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. എങ്ങനെ വെള്ളത്തിലേക്ക് നേരിട്ട് ഇറങ്ങാനുള്ള സാധ്യതകളൊക്കെ ഇവർ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള റബ്ബർ ട്യൂബ് ബോട്ടുകൾ, ഈ കുത്തൊഴുക്ക് വളരെയധികമാണ്, അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു ബോട്ട് സംവിധാനം അവിടെയില്ല. ഏതായാലും അത് മുറിച്ചു കടക്കാൻ പറ്റിയ ബോട്ട് സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നേവി നടത്തുന്നുണ്ട്. ഏതായാലും ഇതൊരു 8-അംഗ സംഘം മാത്രമാണ് നിലവിൽ അവിടെ എത്തിയിരിക്കുന്നത്. അത് ഏതായാലും നേവി കൂടി ഇവിടേക്ക് കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുള്ള തിരച്ചിലിന് എത്തി എന്നുള്ള ഒരു വിവരം അവിടെ നിന്ന് പ്രാദേശികമായി ലഭിക്കുന്നുണ്ട്. ഏതായാലും അതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു സംഭവം തന്നെയാണ്. നേവിയുടെ 8-അംഗ സംഘം എത്തിയിട്ടുണ്ട്. തുടർന്ന് തെരച്ചിലിന് വേണ്ട സംവിധാനങ്ങളൊക്കെ അവർ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശ്രീധരൻ പറയുന്നത്.